ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങൾ ഈ രാശിക്കാരാണോ? കുബേര രാജയോഗത്തിലൂടെ പൊന്നിലും പണത്തിലും നിങ്ങൾക്കിനി ആറാടുവാനുള്ള ദിവസങ്ങളാണ് വന്നെത്തുന്നത്. തൊട്ടതെല്ലാം പൊന്നാകും. ധനം വന്ന് കുമിഞ്ഞു കൂടും. രാജകീയമായ ജീവിതം ഉറപ്പ്. 1199 കർക്കിടക മാസഫലം, അതായത് 2024 ജൂലൈ 16 മുതൽ 2024 ഓഗസ്റ്റ് 16 വരെ ഈ രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ധന നേട്ടങ്ങളും വന്നു ചേരും. ബുധനും ശുക്രനും മൗഢ്യം സംഭവിക്കുന്ന ഈ കാലഘട്ടം വിപരീത ബുദ്ധിയും അസ്ഥിരതയും നിറഞ്ഞതായിരിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പൊതുവിൽ ഓർമ്മക്കുറവും പഠനത്തിൽ ശ്രദ്ധക്കുറവും അനുഭവപ്പെടും. പ്രകൃതിക്ഷോഭങ്ങളായ മിന്നൽ പ്രളയവും കൊടുങ്കാറ്റും രൂക്ഷമാകുവാൻ സാധ്യതയുണ്ട്. ഈ വർഷം കർക്കിടക മാസം ആരംഭിക്കുന്നത് ജൂലൈ 16 തീയതി രാവിലെ 11:08 ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വിശാഖം നക്ഷത്രത്തിൽ സംക്രമിക്കുന്നു. എന്നാൽ കർക്കിടകം 1 തീയതി എന്നത് ജൂലൈ 16 തീയതി രാവിലെ 6:14 ആരംഭിക്കുന്നത്. ഈ സമയത്ത് ചൊവ്വയും വ്യാഴവും ഇടവം രാശിയിലും ബുധനും ശുക്രനും കർക്കിടക രാശിയിലും കേതു കന്നി രാശിയിലും ചന്ദ്രനും ഗുളികനും തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ജ്യോതിഷപരമായി ഈ സംക്രമണം വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുഫലങ്ങൾ എന്നത് ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ്. ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ചെയ്യുക. ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതുമൂലം നല്ല സമയങ്ങളുടെ ഗുണങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് കർക്കിടക മാസത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്കാർക്ക് ഈ കർക്കിടക മാസം ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ചൊവ്വ അവരുടെ കുടുംബരാശിയെ സഞ്ചരിക്കുന്നതിനാൽ വീട്ടിൽ വളരെയധികം അസ്വസ്ഥതകളും കലഹങ്ങളും ഉണ്ടായേക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ വളരെയധികം ആവശ്യമാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കുകയും അവരുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ചൊവ്വയുടെ സ്വാധീനം ശാരീരികമായും പ്രതിഫലിച്ചേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാകുവാനും പുതിയ അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദഹനക്കേട്, ചർമ്മ പ്രശ്നങ്ങൾ, അലർജികൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുകയും ഭക്ഷണത്തിലും വ്യായാമത്തിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അന്യ സ്ത്രീ ബന്ധം മൂലം ഗാർഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യും. അതിനാൽ ബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വസ്തു ഇടപാടുകളിൽ വഞ്ചനയ്ക്കും നഷ്ടത്തിനും സാധ്യതയുണ്ട്. കൂടാതെ ഭൂമി സംബന്ധമായ കേസുകളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നതാണ് വളരെയധികം നല്ലത്. ഏതു കാര്യത്തിന് ശ്രമിച്ചാലും തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അതിനാൽ ക്ഷമയും സഹിഷ്ണുതയും കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എന്നിരുന്നാലും എല്ലാം പ്രതികൂലമല്ല. ദീർഘകാലമായി നിങ്ങൾ കാത്തിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ മാസം വന്നു ചേരും. ജോലിയിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കും. എന്നാൽ അതോടൊപ്പം അവരുടെ അപ്രീതി സമ്പാദിക്കാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അമിതമായ ലഹരി ഉപയോഗം ആരോഗ്യത്തെ മാത്രമല്ല
വ്യക്തിബന്ധങ്ങളെയും നിങ്ങളുടെ തൊഴിലിനെയും ബാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഇടവരും. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുകയും വളരെയധികം അധ്വാനം തുടരുകയും ചെയ്യേണ്ടതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ജോലിയിൽ കൃത്യതയും ശ്രദ്ധയും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ഉള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ചിട്ടയും ആവശ്യമാണ്. അഗ്നി സംബന്ധമായ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അടുക്കളയിലും ജോലിസ്ഥലത്തും അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിച്ച ജാഗ്രതയോടെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും ശുക്രദശ നടക്കുന്ന മേടരാശിക്കാർക്ക് ഈ മാസം ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം, പുതിയ വീട് തുടങ്ങിയവ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. കൂടാതെ തീർത്ഥാടനത്തിനും മറ്റും ആത്മീയ കാര്യങ്ങൾക്കുള്ള അവസരവും വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ കർക്കിടക മാസം മേടരാശിക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയാൽ പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ 28 ഞായറാഴ്ചയും ആഗസ്റ്റ് 6 ചൊവ്വാഴ്ചയും ജൂലൈ 19 വെള്ളിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ വരുന്ന ജൂലൈ 29 തിങ്കളാഴ്ചയും ആഗസ്റ്റ് 7 ബുധനാഴ്ചയും ജൂലൈ 20 ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമായി തീരും. കാർത്തിക നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ 30 ചൊവ്വാഴ്ചയും ആഗസ്റ്റ് 8 വ്യാഴാഴ്ചയും ജൂലൈ 21 ഞായറാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടം രാശിക്കാർ ബുധനാഴ്ച വൈകുന്നേരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തി നെയ്വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കും. ശനി വക്രത്തിലായിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി മേട രാശിക്കാർ കുടുംബക്ഷേത്രത്തിലോ തൊട്ടടുത്തുള്ള സർപ്പക്കാവിലോ തിരി തെളിയിക്കുകയും അവർക്ക് അഭിഷേകത്തിനായി പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതിന് അത്യുത്തമമായിരിക്കും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ജന്മനക്ഷത്രത്തിൽ ചൊവ്വ നിൽക്കുന്ന ഇടവരാശിക്കാർക്ക് ഈ കർക്കിടക മാസം ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടി വരും. നിലവിലുള്ള ചർമ്മരോഗങ്ങൾ, വാതം, പിത്തം എന്നിവ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമാണ്. ചർമ്മത്തിലെ അലർജികൾ, സന്ധിവേദന, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിലവിലുള്ള അസുഖങ്ങൾ വഷളാകുവാനും ഇടയുണ്ട്. എന്നാൽ ദീർഘകാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില ആരോഗ്യ കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ആരോഗ്യം, ശരീരശോഭ എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വന്നുചേരും. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ സഹോദരിമാരുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. പരസ്പരം പിന്തുണയും സഹായവും നൽകുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കണം. സഹോദരങ്ങൾക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും സഹോദരിമാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് കുടുംബ ബന്ധങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചേക്കാം. സാമ്പത്തികമായി ഈ കാലഘട്ടം ഇടവരാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും. കോടതി വ്യവഹാരത്തിൽ ഒത്തുതീർപ്പിലൂടെ വിജയം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനലാഭം എന്നിവ നിങ്ങൾക്ക് വന്നുചേരും. സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ നിന്നുള്ള ലാഭം വളരെയധികം വന്നുചേരും. ഇത് നിക്ഷേപങ്ങൾക്കും വസ്തു വികസനത്തിനും അനുകൂലമായ സമയമാണ്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും
ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നതാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ഒരു സുപ്രധാന വ്യക്തിയുടെ വിയോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ നഷ്ടത്തിനിടയിലും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും അവയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ചിലർക്ക് സന്താന ഭാഗ്യം കൈവരുവാനുള്ള സാധ്യതയുണ്ട്. ഇത് കുടുംബജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അധ്വാനത്തിലൂടെ ഉയർന്ന വിജയം കൈവരിക്കുവാനിടവരും. എന്നാൽ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഉയർന്ന സ്ഥാനലബ്ധിക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനം തുടരുന്നത് അംഗീകാരത്തിലേക്കും ഉന്നമനത്തിലേക്കും നയിക്കുന്നതാണ്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇത് ജീവിതത്തിൽ പുതിയ അവസരങ്ങളുടെ വാതിൽ തുറക്കുന്നതാണ്. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും ജീവിതത്തിൽ പുതിയ ഒരു ഉണർവ് നൽകും. ഈ കാലയളവിൽ ശത്രുക്കളിൽ നിന്നുള്ള ദോഷം ഒഴിവാക്കുവാൻ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുന്നത് വിദ്വേഷം വളർത്തുന്നത് തടയും. ഈ സമയത്ത് വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ സംഭവിക്കുവാനും ശത്രുക്കളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ശാരീരിക സുരക്ഷയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഉയരമുള്ള സ്ഥലങ്ങളിലും വാഹനങ്ങളിലും. മൊത്തത്തിൽ ഈ കാലയളവ് ഇടവ രാശിക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നൽകുന്നു. ജാഗ്രതയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ വരുന്ന ജൂലൈ 31 ബുധനാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയും ജൂലൈ 22 തിങ്കളാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. മകയിരം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 1 വ്യാഴാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 10 ശനിയാഴ്ചയും ജൂലൈ 23 ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിക്കാർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും ദീപാരാധന നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 18 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വൈകുന്നേരത്തെ ദീപാരാധനയിൽ ദുർഗാദേവിയെ ത്രിമധുരം നേദിച്ച് ഭക്തിയോടെ സേവിച്ചാൽ ഇടവം രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ. മിഥുന രാശിക്കാർക്ക് കർക്കിടക മാസത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നിവർ മൗഢ്യത്തിൽ നിൽക്കുന്നത് വളരെയധികം ദോഷകരമായി ബാധിച്ചേക്കാം. ജാതകത്തിൽ ചൊവ്വ നഷ്ടസ്ഥാനത്താണെങ്കിൽ ദോഷഫലം ഇരട്ടിയാകും. ജാതക നിരൂപണം നടത്തി പരിഹാരം അനിവാര്യമായ ചില സാഹചര്യങ്ങൾ ഒന്നായിരിക്കും ഈ മിഥുന രാശിക്കാർക്ക് ഈ കർക്കിടക മാസം. കേസുകളിലും വഴക്കുകളിലും കുടുങ്ങാനും ജീവിത പങ്കാളിയുമായും ബന്ധുക്കളുമായും കലഹത്തിനും സാധ്യതയുണ്ട്. മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുവാനും ഇടയുണ്ട്. ശിരോരോഗം, മൈഗ്രെയിൻ എന്നിവ ഉള്ള ആളുകൾ വിദഗ്ധ ചികിത്സ തേടുന്നത് രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കും. അല്ലാത്തപക്ഷം അസുഖങ്ങൾ മൂർച്ഛിക്കുവാനും ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുവാനും ഇടയുണ്ട്. കൃഷി, ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാനും കടബാധ്യത കൂടുവാനും സാധ്യതയുണ്ട്. വിളനാശം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, തൊഴിലാളി പ്രശ്നങ്ങൾ എന്നിവ പ്രതികൂലമായി നിങ്ങളെ ബാധിക്കുന്നതാണ്. ഹോട്ടൽ വ്യവസായത്തിൽ ആളുകളുടെ കുറവ്, അനാവശ്യമായ ചെലവുകൾ, മത്സരം എന്നിവ വളരെയധികം വെല്ലുവിളികൾ സൃഷ്ടിക്കും. എന്നാൽ ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്നവർക്ക് ഈ മേഖലകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാനും കഴിയും.
വേണ്ടപ്പെട്ടവരിൽ നിന്ന് യഥാസമയം ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുകൾ നേരിടും. സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരാശരാകേണ്ടി വന്നേക്കാം. കൂടുതൽ അധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് അതനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെയും വരും. ജോലി ഭാരം കൂടുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കാത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ്. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചതി പറ്റുവാനും സാമ്പത്തിക നഷ്ടം നേരിടുവാനും സാധ്യതയുണ്ട്. ആലോചനയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദോഷാനുഭവങ്ങൾക്ക് കാരണമായേക്കാം. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം. അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാനും ഇടയുണ്ട്. അപവാദങ്ങൾക്കും വഞ്ചനകൾക്കും ഇരയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണം. കുടുംബാംഗങ്ങളുമായി തുറന്നു സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്നതാണ്. അഗ്നിശമനസേന, വിദ്യുശക്തി എന്നിവയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണം. അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും അപകട സാധ്യതയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വേണ്ടതാണ്. ഏത് കരാറിലും ഒപ്പുവയ്ക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ചതി വരുവാനും ജോലി നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. നിയമ ഉപദേശം തേടുന്നത് വളരെയധികം അഭികാമ്യമാണ്. സന്താന ക്ലേശമോ സന്താന നഷ്ടമോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കുട്ടികളുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഈശ്വര ഭജനവും നല്ല നടപ്പും ശീലിച്ചാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അകന്നു നിൽക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 2 വെള്ളിയാഴ്ചയും ആഗസ്റ്റ് 11 ഞായറാഴ്ചയും ജൂലൈ 24 ബുധനാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ഉണർത്തം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 3 ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും ജൂലൈ 25 വ്യാഴാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ബുധനാഴ്ചകളിൽ തുടർച്ചയായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാനക്കാൽ, പൂയം ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ ഈ കർക്കിടകത്തിൽ സഞ്ചാരശീലം, അന്യദേശവാസം, ജയിൽവാസം, സംസാര തടസ്സം, നിദ്രാ തടസ്സം എന്നിവയ്ക്ക് കാരണമായേക്കാം. മനസ്സ് അസ്വസ്ഥമാകുന്നതിനാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് പലപ്പോഴും അനാവശ്യ യാത്രകൾക്കും താമസ മാറ്റത്തിനും കാരണമാകുന്നതാണ്. ചിലർക്ക് നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങുവാനും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുവാനും ഇടയുണ്ട്. ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ നേരിടുന്നതിനാൽ സംസാരത്തിൽ വ്യക്തത കുറയുവാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. സംസാരം പ്രധാനമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ്. അധ്യാപകർ, അഭിഭാഷകർ, വിൽപ്പനക്കാർ തുടങ്ങിയവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അല്ലാത്ത പക്ഷം തെറ്റിദ്ധാരണകൾക്കും തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഏർപ്പെടുവാനും അലങ്കാര വസ്തുക്കൾ, പുതിയ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ട്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മാത്രം നിക്ഷേപം ചെയ്യുകയും വേണം. ഹൃദ്രോഗികൾ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിലവിലുള്ള അസുഖങ്ങൾ വഷളാകുവാനും പുതിയ അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്.
ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. മാനസികമായി ശക്തരാകുവാനും ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും ഇത് അനുകൂല സമയം കൂടിയാണ്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ തേടുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഒരുപാട് നാളുകളായി പിണങ്ങിയിരുന്ന സഹോദരങ്ങൾ തമ്മിൽ ഒരുമിക്കും. പരസ്പരമുള്ള സ്നേഹവും ആത്മവിശ്വാസവും വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണിത്. ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുന്നത് ബന്ധങ്ങൾ ദൃഢമാകുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സമയത്തിന് ആഹാരം കഴിക്കാൻ കഴിയാതെ വരിക, ദേഹാസ്വാസ്ഥ്യങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നിവ പിടിപെടുവാൻ സാധ്യതയുണ്ട്. ക്രമം തെറ്റിയ ജീവിതശൈലി ഒഴിവാക്കുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുകയും വേണം. കണ്ണിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുറേ കാലമായി പ്രവർത്തിക്കുന്ന ചില പദ്ധതികളിൽ വിജയം ലഭിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ അധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും അംഗീകാരം ലഭിക്കുന്നതിന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അനാവശ്യമായ കോപം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും സാമൂഹിക ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. ക്ഷമയും സംയമനവും പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അന്യ സ്ത്രീ ബന്ധങ്ങൾ മൂലം ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് കൂടുതൽ അസ്വസ്ഥതകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. കലാകാരന്മാർക്കും കായിക മേഖലയിലുള്ളവർക്കും പ്രശസ്തിയും അവാർഡും ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി കലഹത്തിന് ഇടയാക്കുകയും അത് നിങ്ങളുടെ മനസമാധാനം കെടുത്തുകയും ചെയ്യും. പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുന്നത് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആദിത്യൻ ഉച്ചരാശിയിൽ നിൽക്കുന്നവർക്കും അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കും. നേതൃപാടവം പ്രകടിപ്പിക്കുവാനും പൊതുജീവിതത്തിൽ ശോഭിക്കുവാനും അവസരം വന്നെത്തുന്നതാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ ശുക്ര അപഹാരം നടക്കുന്നവർക്കും ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്കും തെറ്റിപ്പിരിഞ്ഞ ദമ്പതികൾ തമ്മിൽ ഒരുമിക്കുവാനും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുകയും ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ബന്ധങ്ങളിൽ പുതുജീവൻ ലഭിക്കുന്നത് മാനസിക സന്തോഷത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകും. ചന്ദ്രൻ കുടുംബസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വളരെ കാലമായി കുടുംബപരമായി ഉണ്ടായിരുന്ന അസാരസ്യങ്ങൾ മാറി മനസമാധാനം ലഭിക്കും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വീണ്ടെടുത്ത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും വിൽപ്പന വർദ്ധിപ്പിക്കുവാനും അവസരങ്ങൾ വന്നുചേരും. എന്നാൽ ചിലർക്ക് ആലോചനയില്ലാതെയുള്ള എടുത്തുചാട്ടം കാണിക്കുന്ന പ്രവൃത്തികൾ കാരണം വലിയ നഷ്ടം സംഭവിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവയുടെ ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പൂയം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 4 ഞായറാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 14 ബുധനാഴ്ചയും ജൂലൈ 26 വെള്ളിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ആയില്യം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ആഗസ്റ്റ് 5 തിങ്കളാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 18 വ്യാഴാഴ്ചയും ജൂലൈ 27 ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 5 തിങ്കളാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 18 വ്യാഴാഴ്ചയും ജൂലൈ 27 ശനിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീരാമക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 വ്യാഴാഴ്ചകളിലായി
തുടർച്ചയായി സമുദ്ര തീരത്തുള്ള ക്ഷേത്രങ്ങളിൽ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുന്നത് കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ സമ്മാനിക്കും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ഈ കർക്കിടക മാസത്തിൽ കീർത്തിയും ധന നേട്ടവും നൽകുമെങ്കിലും ചിലർക്ക് കാര്യതടസ്സവും മോഷണ ഭീതിയും ഉണ്ടാകുവാനിടയുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരുവാനും സാമ്പത്തിക സ്ഥിതി അസ്ഥിരമാകുവാനും സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ സർക്കാരിൽ നിന്നുള്ള ഗുണങ്ങളും വിദേശവാസവും അനുഭവത്തിൽ വരുത്തുമെങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ഭീതിയും ശാരീരിക ക്ഷതങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ചയ്ക്കും അംഗീകാരത്തിനും സാധ്യതയുണ്ടെങ്കിലും എതിരാളികൾ പ്രശ്നങ്ങൾ വളരെയധികം സൃഷ്ടിച്ചേക്കാം. വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അപകട സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. നിഗൂഢമായ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി കൂടുതൽ അടുപ്പം ഉണ്ടാകുവാനും അതുവഴി ശത്രുക്കളെ തോൽപ്പിക്കുവാനും സാധ്യതയുണ്ട്. ആത്മീയ തലത്തിലുള്ള അറിവ് വർദ്ധിക്കുന്നത് മാനസിക ശക്തിയും ആത്മവിശ്വാസവും നിങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അവരെ നിർവീര്യമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയുവാനോ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകുവാനോ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനും താൽക്കാലിക വേർപിരിയലിനും ഇടവരും. ബിസിനസ് ആവശ്യങ്ങൾക്കായി വളരെയധികം യാത്ര ചെയ്യേണ്ടി അവസരങ്ങളും വന്നെത്തുന്നതാണ്. അമിത ആഡംബരത്വവും വരവിൽ കവിഞ്ഞ ചെലവും വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വിലയിരുത്താതെ അനാവശ്യ ചെലവുകൾ നടത്തുന്നത് കടബാധ്യതയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമിടയിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ്. കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു വിയോഗം ഉണ്ടായേക്കാം. ഇത് മാനസികമായി വലിയ ആഘാതം സൃഷ്ടിക്കും. കുടുംബത്തിൽ ബന്ധുജനങ്ങൾക്ക് ക്ലേശം, മനസുഖക്കുറവും അനുഭവപ്പെടാം. പരസ്പര പിന്തുണ നൽകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. സർക്കാർ ആനുകൂല്യം, മറ്റ് ലോണുകളോ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും പദ്ധതികൾ നടപ്പിലാക്കുവാനും ഇത് സഹായിക്കും. എന്നാൽ ലോൺ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി വിലയിരുത്തേണ്ടത് വളരെയധികം പ്രധാനമാണ്. ശരീരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും വിദഗ്ധ ആയുർവേദ ചികിത്സ തേടി വരികയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക. സഞ്ചാരശീലം വർദ്ധിക്കുകയും യാത്രയിൽ അപകടങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിലെ അപക്വത മൂലം ചില നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചില മോശം കൂട്ടുകെട്ടുകൾ കാരാഗൃഹവാസത്തിൽ നിങ്ങളെ എത്തിച്ചേക്കാം. തെറ്റായ സൗഹൃദങ്ങൾ ഒഴിവാക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. സ്ത്രീകൾ കാരണം മാനഹാനി അനുഭവിക്കേണ്ടിയും വരും. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുകയും വേണം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഏകാഗ്രതയോടെ പഠിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചിലർക്ക് ചതിയിൽപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ നഷ്ടം സംഭവിക്കാം. വിളനാശം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വിപണിയിലെ വിലയിടിവ് എന്നിവ നഷ്ടത്തിന് കാരണമാകും. നന്മ ചെയ്താലും ദോഷമായി ഭവിക്കുന്ന അവസ്ഥാവിശേഷവും വന്നുചേരും. അനാവശ്യമായി കുടുംബ ബന്ധുജനങ്ങളുമായി കലഹത്തിന് ഇടവരുത്തുകയും അത് മനോദുഃഖത്തിന് ഇടയാക്കുകയും ചെയ്യും. പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനസ്സ് കാണിക്കേണ്ടത് പ്രധാനമാണ്. മകം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 6, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 28, ജൂലൈ 19 വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പൂരം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 7, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 29, ജൂലൈ 20 ആചാരാനുഷ്ഠാനപ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഗുണകരമാണ്.
അതുപോലെ തന്നെ ഉത്രം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ഓഗസ്റ്റ് 8, അതുപോലെ തന്നെ ജൂലൈ 30, ജൂലൈ 21 വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനിലയനുസരിച്ച് ചിങ്ങം രാശിക്കാർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ഞായറാഴ്ചകളിൽ തുടർച്ചയായി ആദിത്യ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നി രാശിക്കാർക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഈ കർക്കിടക മാസത്തിൽ ഭൂമി ലാഭം, ധനനേട്ടം, വിവാഹഭാഗ്യം, ആരോഗ്യവർദ്ധനവ് എന്നിവ സമ്മാനിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അവിവാഹിതർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് മാനസിക ഉന്മേഷത്തിനും ഉത്സാഹത്തിനും കാരണമാകും. ചുരുക്കത്തിൽ ഈ കർക്കിടക മാസം കന്നി രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നുചേരും. ശുക്രന്റെ ലാഭസ്ഥാനത്തുള്ള യോഗം ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുവാൻ സാധ്യത നൽകുന്നു. കർക്കിടകത്തിൽ തന്നെ നറുക്കെടുക്കുന്ന ലോട്ടറികളിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ജാതകത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ സ്ഥാനം പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. വിദേശത്തുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവർത്തിക്കുവാനോ ബിസിനസ്സിൽ പുതിയ വിദേശ കരാർ ലഭിക്കുകയോ ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരികയും സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഈശ്വരവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിലെ താല്പര്യവും വർദ്ധിക്കും. ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസമാധാനം കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ വരവിൽ കവിഞ്ഞ ചെലവിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മാത്രം നിക്ഷേപങ്ങൾ നടത്തുകയും വേണം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുമെങ്കിലും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. തുടങ്ങി വെക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭത്തിലാകുന്ന മാസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സമയമാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. പഴയ വാഹനം മാറ്റി പുതിയ ഒരു വാഹനം വാങ്ങുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. നിഗൂഢ ശാസ്ത്രങ്ങളിൽ അറിവ് നേടാൻ സാധിക്കുമെങ്കിലും അത് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ ശ്രമിക്കണം. ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ ദോഷഫലങ്ങൾ ഉണ്ടാകും. ഓൺലൈൻ വഴിയോ ദീക്ഷയില്ലാതെയോ ജാതകത്തിൽ പഠിക്കാനുള്ള യോഗമില്ലാതെ ഇറങ്ങിത്തിരിച്ചാൽ മാനസിക വിഭ്രാന്തി, ചിന്താഭ്രമം, ധനനഷ്ടം, മനോദുഃഖം എന്നിവയ്ക്ക് ഇടവരുത്തുന്നതാണ്. ഈ സമയത്ത് പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഐക്യവും വന്നുചേരും. സന്താനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ജാതകത്തിൽ ആദിത്യൻ നീചരാശിയിലാണെങ്കിൽ കുടുംബത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ എന്നിവയുണ്ടാകാം. അത്തം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ ദിവസമായ ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 31, ജൂലൈ 22 ഈ ദിവസങ്ങളിൽ ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ചിത്തിര നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് 10 ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 1, ജൂലൈ 23 ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് കന്നി രാശിക്കാർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ നിർമ്മാല്യ ദർശനം നടത്തുകയും നെയ്വിളക്ക് തെളിയിക്കുന്നതും ചെയ്യുന്നത്
കന്നി രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. തുലാം രാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഈ കർക്കിടകത്തിൽ വളരെയധികം വിജയം സമ്മാനിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ബിസിനസ്സിൽ പുരോഗതി, ശാരീരിക സുഖം എന്നിവ നിങ്ങൾക്ക് വന്നുചേരും. പഠനത്തിൽ മികവ് പുലർത്തുവാനും തൊഴിൽ രംഗത്ത് ഉയർച്ച കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നത് നിങ്ങളുടെ മാനസിക ഉന്മേഷത്തിനും ഉത്സാഹത്തിനും കാരണമാകുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ബുധൻ അനിഷ്ട സ്ഥാനത്തുള്ള ആളുകൾ ശത്രുക്കളിൽ നിന്ന് ഭീഷണിയും അപവാദങ്ങൾക്കും ഇരയാകേണ്ടി വരും. തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപവാദങ്ങൾക്കും വ്യാജ ആരോപണങ്ങൾക്കും ഇരയാകാതിരിക്കുവാൻ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കണം. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നുചേരും. കുടുംബ ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണയും ഐക്യവും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സഹായിക്കും. മനസ്സിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉചിതമായ സമയമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി, ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ, ഷെയർ മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചിലർക്ക് മാതാവിന് ക്ലേശങ്ങളും സന്താനങ്ങളിൽ നിന്ന് പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും മക്കളുടെ കാര്യത്തിൽ വിഷമതകൾ നേരിടുവാനും സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പാരിതോഷികങ്ങളും വന്നുചേരും. തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും അംഗീകാരം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അലങ്കാര വസ്തുക്കൾ വാങ്ങുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങളും വന്നെത്തും. ഈശ്വരചിന്ത വർദ്ധിക്കുകയും മനസമാധാനവും ശുഭാപ്തി വിശ്വാസം കൂടുകയും ചെയ്യുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ആഗ്രഹം സഫലമാകും. ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉന്നത പദവി വന്നുചേരും. തൊഴിൽ രംഗത്ത് അംഗീകാരവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച ഫലങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ഉള്ള യോഗമുണ്ട്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാനോ മനസമാധാനവും ഭക്ഷണ ലഭ്യതയും ആരോഗ്യവർദ്ധനവും നല്ല വിവാഹവും തൊഴിൽ ഇടങ്ങളിൽ ബഹുമാനവും ജീവിത സുഖങ്ങളുമൊക്കെ അനുഭവത്തിൽ വരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുരോഗതിയും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞ് കീർത്തി വർദ്ധിക്കും. പൊതുജീവിതത്തിൽ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിക്കുന്നതാണ്. നേതൃപാഠം പ്രകടിപ്പിക്കുവാനും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. ചോതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ആഗസ്റ്റ് 11, അതുപോലെ തന്നെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 2, ജൂലൈ 24 ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. വിശാഖം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 3 ശനിയാഴ്ചയും ജൂലൈ 25 വ്യാഴാഴ്ചയും വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം അത്യുത്തമമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് തുലാം രാശിക്കാർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 41 ദിവസമെങ്കിലും തുടർച്ചയായി നേരിട്ട് പോകുകയോ ദ്രവ്യം നൽകി ചട്ടം കൊടുക്കുകയോ ചെയ്ത് സർപ്പക്കാവിൽ ദീപം തെളിയിക്കുകയും 100 പാലും നൽകുകയും ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ജീവിതത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങളും നീക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, തൃക്കേട്ട, അനിഴം. വൃശ്ചികം രാശിക്കാർക്ക് പങ്കാളി സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ കുടുംബ ബന്ധുജനങ്ങളുമായുള്ള കലഹം, ഭാര്യ-ഭർത്തൃ ഐക്യക്കുറവ്, ഭക്ഷണ സുഖക്കുറവ്, ഉദരരോഗം തുടങ്ങിയ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും ഉടലെടുക്കും.
ഇത് കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുകയും ബന്ധുജനങ്ങളുമായുള്ള അകൽച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. ദഹനക്കുറവ്, അസിഡിറ്റി, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ വളരെയധികം പ്രശ്നങ്ങളാക്കും. ജന്മഗ്രഹനിലയിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ വ്യവഹാര പരാജയം, പിതാവിന് അസുഖങ്ങൾ, സാഹിത്യത്തിൽ താൽപ്പര്യം, അതുവഴി പ്രശസ്തി എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത നൽകുന്നു. നിയമപരമായ കാര്യങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നാൽ സാഹിത്യരംഗത്ത് ശോഭിക്കുവാനും അംഗീകാരം നേടുവാനും കഴിയുന്നതാണ്. അമിതമായ കോപശീലം മൂലം ജീവിതത്തിൽ ഒട്ടനവധി നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ വീഴ്ത്തുവാനും തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ജീവിത പങ്കാളിക്കോ ബന്ധുജനങ്ങൾക്കോ ഗുരുതരമായ അസുഖങ്ങൾക്കോ അപകടങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ വളരെയധികം കരുതൽ വേണം. ജാലവിദ്യ, സർക്കസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു മാസമാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സ്ത്രീകൾ മൂലം ധനലാഭം ഉണ്ടാകുമെങ്കിലും മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലർക്ക് കുടുംബ ബന്ധങ്ങളിൽ ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ, സുഹൃത്തുക്കളുമായുള്ള കലഹം, മിത്രങ്ങൾ ശത്രുക്കളാകുക, സന്താനങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ, വിശ്വസ്തരായ ആളുകളിൽ നിന്നുള്ള വഞ്ചന തുടങ്ങിയ ദോഷങ്ങൾ ലഭിക്കാം. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. അടുത്ത ബന്ധുക്കളുമായി പോലും ഇടപഴകുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസമാധാനം കണ്ടെത്തുകയും ചെയ്യും. പ്രാർത്ഥനകളിലൂടെയും ധ്യാനത്തിലൂടെയും മാനസിക ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നത് പുതുവസ്ത്രലാഭം, വിദ്യാവിജയം, സാമ്പത്തിക പുരോഗതി, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ്, മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ് പുനരാരംഭിക്കുവാനുള്ള അവസരം, വിദേശ യാത്ര, ആരോഗ്യ വർധനവ് എന്നിവയുണ്ടാകും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുരോഗതിയും അംഗീകാരവും പ്രതീക്ഷിക്കാം. എന്നാൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും പല വിധത്തിൽ ധനക്ലേശങ്ങൾ വർദ്ധിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ചിട്ടയും വേണം. തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അനിഴം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 14, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 4 ജൂലൈ 26 വെള്ളിയാഴ്ചയും വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ജൂലൈ 18 വ്യാഴാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയും ജൂലൈ 27 ശനിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് വൃശ്ചികം രാശിക്കാർ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിദ്ധി ഗണപതിയെയോ മഹാഗണപതിയെയോ സന്ദർശിച്ച് നെയ്വിളക്കും മോദകവും സമർപ്പിക്കുന്നത് വൃശ്ചികം രാശിക്കാർക്ക് വലിയ അനുഗ്രഹമായി തീരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ കർക്കിടകത്തിൽ ധനു രാശിക്കാർക്ക് പ്രണയവിജയം, കുടുംബത്തിൽ ഐശ്വര്യം, പുതിയ വീട്, വാഹന ഭാഗ്യം എന്നിവ ഉറപ്പായും സമ്മാനിക്കും. എന്നാൽ വാക്കുകളിൽ പരുഷത കലർന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബന്ധങ്ങളിൽ സംയമനം പാലിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം പ്രധാനമാണ്. ജീവിത പങ്കാളിയുമായോ പങ്കാളിയുടെ ബന്ധുക്കളുമായോ കലഹത്തിന് സാധ്യതയുണ്ട്. പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനസ്സ് കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അന്യരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുവാനും സുഹൃത്തിൻ്റെ ചതി മൂലം കാരാഗൃഹവാസം വരെ ഉണ്ടാകുവാനും സാധ്യതയുള്ള മാസമാണ്. വിശ്വാസയോഗ്യരായ ആളുകളുമായി മാത്രം ഇടപഴകുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. എന്നാൽ ചിലർക്ക് നിദ്രാ തടസ്സം, വിദ്യാതടസ്സം, ധനക്ലേശം, സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റാത്ത സാഹചര്യം എന്നിവയും അനുഭവത്തിൽ വന്നേക്കാം. മാനസിക സംഘർഷം കൂടുതലായതിനാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഏകാഗ്രതയോടെ പഠിക്കുവാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. സാമ്പത്തിക സ്ഥിതി മോശമാകുന്നത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ജാതകത്തിൽ വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നവർക്ക് കൃഷി, പക്ഷി, മൃഗാദികളുടെ വിപണനത്തിൽ നിന്ന് ധനലാഭം,
വാഹനഭാഗ്യം, വാഹനം മൂലമുള്ള ഗുണാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ഈ മേഖലയിൽ നിന്ന് അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഉണ്ടാകുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും ഇടയുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകളും നീച സ്ത്രീ സംഗമവും ധനനാശത്തിനും മാനഹാനിക്കും മറ്റ് രോഗങ്ങൾക്കും കാരണമായേക്കാം. തെറ്റായ സൗഹൃദങ്ങൾ ഒഴിവാക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ അനുഭവപ്പെടാം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും പ്രതീക്ഷിക്കാവുന്നതാണ്. കരൾ രോഗം, നേത്രരോഗം, ക്രമം തെറ്റിയ ഭക്ഷണക്രമം മൂലമുള്ള ഉദരരോഗം, ശ്വാസകോശ രോഗം, ചുമ, ഉഷ്ണരോഗങ്ങൾ, അഗ്നി സംബന്ധമായ അപകടങ്ങൾ എന്നിവ വരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ല വിവാഹബന്ധം വരുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും അപവാദങ്ങൾ മൂലം വിവാഹ തടസ്സം ഉണ്ടാകാം. എന്നാൽ ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്ക് കുടുംബത്തിൽ ബന്ധുജനങ്ങളുടെ സഹായവും പുത്രഭാഗ്യവും ധനലാഭവും പ്രതീക്ഷിക്കാം. സാഹസിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരവും സൈനിക അർദ്ധസൈനിക തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത തൊഴിൽ കയറ്റത്തിന് സാധ്യതയുമുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എടുക്കേണ്ടതാണ്. മൂലം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ജൂലൈ 19 വെള്ളിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 28 ആഗസ്റ്റ് 6 ചൊവ്വാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പൂരാടം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ 20 ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 29 ആഗസ്റ്റ് 7 ഈ ദിവസങ്ങളിൽ ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കും. ഉത്രാടം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ 21 ഞായറാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 30 ചൊവ്വാഴ്ചയും ഓഗസ്റ്റ് 8 വ്യാഴാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് ധനു രാശിക്കാർക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നാഗങ്ങൾക്ക് പാലും മഞ്ഞളും അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ശനി വക്രതയിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ കഴിയുന്നത്ര തവണ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ദർശിക്കുന്നത് ധനുരാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ സഹായിക്കും. ഈ കാലയളവിൽ 3 തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരരാശിക്കാരുടെ ജീവിത പങ്കാളിയെയോ ബിസിനസ് പങ്കാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ മാനസിക ബുദ്ധിമുട്ടുകളും നിർബന്ധശീലങ്ങളും വർദ്ധിപ്പിക്കും. ബന്ധങ്ങളിൽ അസാരാസ്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ എന്നിവ ഉടലെടുക്കുന്നതാണ്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾക്കും ബിസിനസ് പങ്കാളിത്തത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിവെക്കുന്നതാണ്. മനസ്സ് അസ്വസ്ഥമാകുന്നതിനാൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് കുറയുകയും അനാവശ്യമായ ഉത്കണ്ഠകൾ വർദ്ധിക്കുകയും ചെയ്യും. ചിലർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായുള്ള ദേഷ്യവും സംശയാലുക്കളാകുവാനും സാധ്യതയുണ്ട്. ശുക്രന്റെ പങ്കാളി സ്ഥാനം അന്യ സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ, മാനഹാനി, ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകും. ഇത് വിവാഹിതേതര ബന്ധങ്ങൾ, അനാവശ്യമായ പ്രലോഭനങ്ങൾ, വഞ്ചന എന്നിവയിലേക്ക് നയിച്ചേക്കാം. സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഞ്ചനകൾക്കും ഇരയാകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. പൊതുജീവിതത്തിൽ അപവാദങ്ങൾ പ്രചരിക്കാനും അന്തസ്സിന് ക്ഷതമേൽക്കുവാനും ഇടയുണ്ട്. ദമ്പതികൾക്കിടയിൽ ഐക്യത കുറയുകയും ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ രോഗമോ ദുരിതമോ ബന്ധുജനങ്ങളുമായുള്ള കലഹമോ ഉണ്ടാകാം. ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകളും പിരിമുറുക്കങ്ങളും സമ്മാനിക്കും. പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുന്നതിനാൽ വേർപിരിയലിനും വിവാഹമോചനത്തിനും വരെ സാധ്യതയുണ്ട്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമാകുവാനും അവരുടെ പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതും മാതാപിതാക്കളിൽ വലിയ ആശങ്ക ഉളവാക്കും. അവിവാഹിതർക്ക് അപ്രതീക്ഷിത വിവാഹ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ, വിവാഹാലോചനകളിലെ തടസ്സങ്ങൾ, ജാതകദോഷങ്ങൾ എന്നിവ ഇതിന് കാരണമാകും. ഇത് മാനസിക സംഘർഷത്തിനും വിഷാദത്തിനും കാരണമാകുന്നതാണ്. അപകടങ്ങൾക്കും ഒടിവ്, ചതവ്, മുറിവ് പോലെയുള്ള രോഗങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ്. വാഹന അപകടങ്ങൾ, വീഴ്ചകൾ, അശ്രദ്ധമായ പ്രവൃത്തികൾ എന്നിവ വഴി ശാരീരിക ക്ഷതങ്ങൾ സംഭവിക്കാം.
അനാവശ്യമായ ചിന്തകൾ, ആത്മഹത്യാ പ്രവണത എന്നിവയും അനുഭവപ്പെടാം. ജീവിതത്തിൽ നിരാശയും പ്രതീക്ഷയില്ലായ്മയും തോന്നുന്നത് അപകടകരമായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തമായവർക്ക് മനോധൈര്യം വർദ്ധിക്കുകയും അന്യജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയും പരോപകാര താല്പര്യം കൂടുകയും ചെയ്യും. അവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാകുവാനുള്ള അവസരങ്ങളും വന്നെത്തും. സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിൽ സംബന്ധമായ യാത്രകൾ, യാത്രാവേളയിലെ അപകടങ്ങൾ, കൈകാര്യം ചെയ്ത സർക്കാർ പദ്ധതികളിലൂടെ തകരാർ മൂലമുള്ള ദോഷങ്ങൾ എന്നിവയും ഫലത്തിൽ ഉൾപ്പെടുന്നു. ഇത് സൗഹൃദങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും തൊഴിൽ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. യാത്രകൾ അപകടകരമായേക്കാം. അർശസ് ഉദരരോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യസ്ഥിതി വഷളാകുവാനും പുതിയ അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്. ശരിയായ ചികിത്സയും ജീവിതശൈലിയിലെ മാറ്റങ്ങളും അത്യാവശ്യമാണ്. സ്ത്രീ വിഷയങ്ങളിൽ വളരെയധികം സംയമനം പാലിക്കേണ്ട സമയമാണ്. അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടം, മാനഹാനി എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനാവശ്യമായ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം. ഉത്രാടം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 21, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 30, ഓഗസ്റ്റ് 8 ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. തിരുവോണം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ദിവസമായ ജൂലൈ 22, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 31, ഓഗസ്റ്റ് 9 ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് മകരം രാശിക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നടത്തി ശുദ്ധമായ നല്ലെണ്ണ ദാനം ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുവാൻ സഹായിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭം രാശിക്കാർക്ക് ബുധന്റെ സ്ഥാനം ഈ കർക്കിടക മാസത്തിൽ വിദ്യാവിജയം, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദേശയാത്ര, താമസം എന്നിവ അനുഭവത്തിൽ വരും. പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുവാനുമുള്ള അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും വഴി തുറക്കുന്നതാണ്. കാര്യവിജയം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ജീവിത സൗകര്യം എന്നിവയും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യും. ജീവിത നിലവാരം ഉയരുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ജാതകത്തിൽ ശുക്രൻ നീചസ്ഥാനത്താണെങ്കിൽ അപമാനം, ഭാര്യാവിരഹം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അന്തസ്സിന് ക്ഷതമേൽക്കുന്ന സാഹചര്യങ്ങൾ വരെ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അസാരാസ്യങ്ങൾ ഉടലെടുക്കുവാനും വേർപിരിയലിന് വരെ സാധ്യത വന്നു ചേരും. എന്നാൽ ശത്രുക്കളുടെ അധപതനം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും എതിരാളികളെ തോൽപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഏതെങ്കിലും തൊഴിലിലോ ബിസിനസ്സോ ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും ലഭിക്കുന്നതാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ തേടി വരികയും സുപ്രധാന തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. നേതൃപാടവം പ്രകടിപ്പിക്കുവാനും പൊതുജീവിതത്തിൽ ശോഭിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. എന്നാൽ ജാതകത്തിൽ ബുധൻ ബലവാനല്ലെങ്കിൽ അനിവാര്യമായ ചിന്തകൾ മൂലം മനസ്സിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ബന്ധുജനങ്ങളിൽ നിന്ന് മാനസിക പ്രയാസം ഉണ്ടാകുന്ന സംഭവങ്ങൾ അരങ്ങേറാം. പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. തൊഴിൽ ഭാരം വർദ്ധിക്കുകയും പഴയ സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുകയും പുതിയ സംരംഭങ്ങളിൽ പണം മുടക്കുകയും ചെയ്യുന്നതാണ്. ജോലിയിലെ സമ്മർദ്ദം കൂടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് അവയുടെ സാധ്യതകൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചൊവ്വ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ഭൂമി വർധനവ്, സമ്പത്തിൽ പുരോഗതി, ആരോഗ്യം, ഐശ്വര്യം, ഈശ്വരാധീനം എന്നിവ ഫലത്തിൽ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ജീവിത നിലവാരം വളരെയധികം ഉയരുകയും ചെയ്യും.
ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നതാണ്. കലാകാരന്മാർ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. പൊതുജീവിതത്തിൽ അപവാദങ്ങൾ പ്രചരിക്കാനും അന്തസ്സിന് ക്ഷതമേൽക്കുവാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ യോഗമുണ്ട്. ഇത് പുത്തൻ അവസരങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴി തുറക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യം മാറി സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. കോടതിപരമായ കേസുകളിൽ വിധി അനുകൂലമാകും. ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറുന്ന ഒരു സമയമാണ്. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അവിട്ടം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 23, അതുപോലെ തന്നെ ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 10 ശനിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ചതയം നക്ഷത്രക്കാർ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 24, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 11 ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ പൂരുട്ടാതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 25 വ്യാഴാഴ്ച, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 3, ആഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമായിരിക്കും. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് കുംഭം രാശിക്കാർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ അടയ്ക്കയും വെറ്റിലയും സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശനി വക്രഗതിയിലിരിക്കുന്ന നവംബർ 15 മുതൽ ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നടത്തി ശുദ്ധമായി നെയ് ദാനം ചെയ്യുന്നത് കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കർക്കിടക മാസത്തിൽ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ ചൊവ്വയുടെ സഹോദര സ്ഥാനം സൃഷ്ടിക്കുന്ന സ്വാധീനം വളരെ ശക്തവും വൈവിധ്യപൂർണവുമാണ്. ഈ കാലഘട്ടം മീനരാശിക്കാർക്ക് അനുഗ്രഹങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു സങ്കീർണമായ മിശ്രണം ആയിരിക്കും. ഒരു വശത്ത് സർക്കാരിൽ നിന്നുള്ള അനുകൂലമായ തീരുമാനങ്ങൾ, ആത്മീയതയിലേക്കുള്ള അഗാധമായ താല്പര്യം, ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാനുള്ള കരുത്ത് എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശുന്നതാണ്. മുതിർന്നവരുടെയും പൊതുജനങ്ങളുടെയും പ്രശംസയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പല നല്ല സംഭവങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഈ കാലയളവ് പൂർണ്ണമായും അനുകൂലമല്ല. അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ നിങ്ങളുടെ മനസമാധാനം കെടുത്തുവാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുവാനും സാധ്യതയുണ്ട്. അത്തരം തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ തന്നെ ആത്മസംയമനം പാലിക്കുവാൻ ശ്രമിക്കുക. വാശിയേക്കാൾ വലിയ ബന്ധങ്ങളാണ് മുഖ്യമെന്ന് ഓർക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ ആശയവിനിമയ കഴിവുകളും ആവശ്യമുള്ള തൊഴിലുകളിലും സാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും നിയമപരമായ സങ്കീർണതകളിൽ പെടുവാനും ചിലപ്പോൾ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുവാനും സാധ്യതയുണ്ട്. അപൂർവം ചിലർക്ക് ജയിൽവാസം പോലും നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ജാതകത്തിൽ ചൊവ്വയുടെ ശക്തമായ സ്ഥാനം ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുകയും നീതിയും വിജയവും നേടിയെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യും. പൊതുപ്രവർത്തകർക്ക് ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്കും അംഗീകാരത്തിനും വഴിതുറക്കും. നേതൃപാഠവും വർദ്ധിക്കുകയും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. കാർഷിക മേഖലയിൽ നിന്നുള്ള ഗണ്യമായ ലാഭവും കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മംഗളകർമ്മങ്ങളും അരങ്ങേറും. ഈ കാലയളവിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും ത്യാഗങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് വളരുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപാട് അല്ലെങ്കിൽ സ്വന്തമായി വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി മീനം രാശിക്കാരെ വൈഷമ്യത്തിൽ ആക്കിയേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ള ഒരു സമയമാണ്. മന്ത്രവാദം, താന്ത്രിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില തിരിച്ചടികളും നേരിടേണ്ടി വരും. ശാരീരിക അസ്വസ്ഥതകൾ അവഗണിക്കാതെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടുന്നത് അഭികാമ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ മികവ് പുലർത്തുവാനും അക്കാദമിക് നേടുവാനുള്ള ഒരു സമയം കൂടിയാണ്. തൊഴിലിടങ്ങളിൽ അനാവശ്യമായ മത്സരങ്ങളും സമ്മർദ്ദങ്ങളും അലട്ടിയേക്കാം. അതിനാൽ മാനസികമായി സുസ്ഥിരമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് പ്രധാനമാണ്. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും പിന്തുണ നൽകുവാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ആത്മവിശ്വാസം വഴിയും നേടിയെടുക്കുവാൻ മീനം രാശിക്കാർക്ക് കഴിയും. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഈ കാലഘട്ടത്തെ വിജയകരമായി നേരിടുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്.
പൂരുരുട്ടാതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 25 വ്യാഴാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 3 ശനിയാഴ്ചയും ആഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസമായ ജൂലൈ 26 അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 4 ആഗസ്റ്റ് 14 വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായി തീരും. രേവതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ ദിവസമായ ജൂലൈ 7 ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 5 തിങ്കളാഴ്ചയും ജൂലൈ 18 വ്യാഴാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് മീനം രാശിക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. ശനി വക്രത്തിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ കഴിയുന്നത്ര തവണ കുടുംബക്ഷേത്രത്തിൽ ആചാരപ്രകാരം ദർശനം നടത്തി പിടിപ്പണം വാരി നടയിൽ സമർപ്പിക്കുക. അവിടുത്തെ നിത്യചെലവുകൾക്കുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ക്ഷേത്ര കാര്യങ്ങൾ നോക്കുന്ന ആചാര്യനെ യഥാവധി ആദരിക്കുകയും ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾക്കും വലിയ നേട്ടങ്ങൾക്കും കാരണമായി തീരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.